ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെ ഒരു 21 ദിവസം മുമ്പിട്ട ചാമ്പങ്ങയുടെ വൈൻ ഇട്ടായിരുന്നുവല്ലോ. ആ വൈൻ നമ്മൾ ഊറ്റിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. 21 ദിവസം കഴിഞ്ഞ് നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയ ഒരു പാത്രത്തിലേക്ക് അരിപ്പയും നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. വൈൻ ഊറ്റിയെടുക്കുമ്പം നമ്മളൊരു അരിപ്പ വെച്ചിട്ട് ഇത് ഊറ്റിയെടുത്തതിന് ശേഷം ഈ ബാക്കി വരുന്ന ചാമ്പങ്ങയില്ലേ, അത് നമ്മൾ നല്ലൊരു കോട്ടൺ തുണി ഉണങ്ങിയത് കഴുകി ഉണങ്ങി വൃത്തിയുള്ളൊരു തുണിക്കകത്തോട്ട് നമ്മളത് മൊത്തം കുടഞ്ഞിട്ടിട്ട് അതൊന്ന് വേറൊരു പാത്രത്തിലേക്കാണ് കേട്ടോ. കാരണം ഇത് ഇച്ചിരി മട്ടോടു കൂടിയാണല്ലോ. മറ്റേ നമ്മൾ മട്ട് ഊറാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും ഇത് വേറെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ജസ്റ്റ് പിഴിയണ്ട, തുണിയിലൊന്ന് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് പിടിച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ബാക്കിയുള്ള നമ്മുടെ വൈനെല്ലാം വരും. അതും അതിൻ്റെ മട്ട് ഊറിയതിന് ശേഷമാണ് നമ്മളിത് വേറൊരു ബോട്ടിലേക്ക് എടുത്ത് വെക്കുന്നത് കേട്ടോ. ബോട്ടിൽ നന്നായിട്ട് കഴുകി തുടച്ച് ഉണങ്ങിയതായിരിക്കണേ. ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മുടെ വൈൻ കേടായി പോകും. ഇപ്പം നമ്മുടെ വൈൻ ഇത് എടുത്തിട്ട് ഇത് ഊറാനായിട്ട് വെക്കണം കേട്ടോ. ഇതിൻ്റെ മട്ട് ഊറി കഴിയുമ്പം നമ്മളൊരു വേറൊരു ബോട്ടിലേക്ക് ഈ വൈൻ ഒഴിച്ചു വെക്കുകയാണ് കേട്ടോ. ഇത് വളരെ നല്ലൊരു ഔഷധം കൂടിയാണ്. നമുക്കെന്തെങ്കിലും വയറിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ ഇത് കുറച്ചെടുത്ത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ആശ്വാസം കിട്ടും. ഗ്യാസ് ഛർദിയൊക്കെ വരുമ്പോൾ നമ്മൾ ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ ഇത് കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ല ആശ്വാസമാണ്. ഇതൊരു മരുന്നും കൂടിയാണ് കേട്ടോ. നമ്മളിത് ഊറിക്കഴിയുമ്പം നല്ലൊരു ചില്ലിൻ്റെ കുപ്പിയിലേക്ക് വേണേ ഇട്ട് വെക്കാൻ. പ്ലാസ്റ്റിക്കിൽ സാധാരണയായിട്ട് നമ്മൾ ചില സമയത്ത് ഇത് പൊട്ടിപ്പോകും വൈന്. അതുകൊണ്ട് നമ്മൾ ചില്ലിൻ്റെ കുപ്പിയിൽ ഒഴിച്ച് നല്ല ഭദ്രമായിട്ട് അടച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. എല്ലാവർക്കും ഞങ്ങളുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതിൻ്റെ ആദ്യം ഇടുന്ന വീഡിയോ വേറെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ അത് എടുക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളേ. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.